പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ പണമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഉയർന്ന പഠന ചിലവ് ഭാരമായി തോന്നുന്ന കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നുണ്ട്. പലപ്പോഴും കൃത്യമായ സമയത്ത് വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പോലും അറിയാതെ പോകരുത് എന്ന് നിർബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അഥവാ PMS സ്കോളർഷിപ്പാണ്. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം മുകളിലോട്ട് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പുകളിൽ ഒന്നാണിത്. +1, +2, ITI, പോളിടെക്നിക്, ഡിഗ്രി, PG, മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അർഹരാണ്. മുൻവർഷത്തെ പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത് എന്നും നിർബന്ധമുണ്ട്. സ്കോളർഷിപ്പ് ലഭിച്ചാൽ കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും അനുസരിച്ച് വർഷത്തിൽ 3000 രൂപ മുതൽ 20,000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. സാധാരണയായി എല്ലാ വർഷവും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ആരംഭിച്ച് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലായ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അതായത് NSP വഴി ഓൺലൈനായി ഈ സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2. സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ SJMS സ്കോളർഷിപ്പാണ്. കേരള സർക്കാർ കോളേജ് വിദ്യാർത്ഥികൾക്കായി നേരിട്ട് നൽകുന്ന സ്കോളർഷിപ്പ് ആയതിനാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ 1ാം വർഷ ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ പഠിക്കുന്ന പൊതുവിഭാഗത്തിലെയും പിന്നോക്ക വിഭാഗത്തിലെയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. +2ന് 50% മാർക്ക് നിർബന്ധമാണ്. BPL കുടുംബങ്ങളിലെ കുട്ടികൾക്കും മുൻഗണനയുണ്ട്. കുടുംബ വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പ്രതിവർഷം 10,000 രൂപ വീതം കോഴ്സ് പൂർത്തിയാകുന്നതുവരെ ലഭിക്കുകയും ചെയ്യും. ഒക്ടോബർ, ഡിസംബർ മാസങ്ങൾക്കുള്ളിലാണ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത്. കേരള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പോർട്ടൽ അഥവാ DEC സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈനായി നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. 3. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പാണ്. +2ന് ഉയർന്ന മാർക്ക് വാങ്ങി കോളേജിൽ ചേരുന്ന കുട്ടികൾക്ക് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നൽകുന്ന വലിയൊരു തുകയാണിത്. +2 പരീക്ഷയിൽ അതത് ബോർഡുകളിലെ മികച്ച പെർസെന്റൈൽ അതായത് 80% മുകളിൽ മാർക്ക് വാങ്ങുന്നവർക്കാണ് ഇതിന് അർഹതയുണ്ടാവുക. മറ്റൊരു നിബന്ധന റെഗുലർ കോളേജ് കോഴ്സുകൾക്ക് ചേർന്നവരായിരിക്കണം എന്നുള്ളതാണ്. കുടുംബ വരുമാനം വർഷത്തിൽ 4.5 ലക്ഷം രൂപയിൽ കൂടരുത് എന്നതാണ് മറ്റൊരു നിബന്ധന. മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവർക്ക് ഇതിന് അർഹതയുണ്ടാകില്ല. ഡിഗ്രി പഠനത്തിന് പ്രതിവർഷം 12,000 രൂപ വീതവും PG പഠനത്തിന് പ്രതിവർഷം 20,000 രൂപ വീതവും ലഭിക്കുന്നതായിരിക്കും. നവംബർ, ഡിസംബർ മാസങ്ങളിൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ NSP വഴി തന്നെയാണ് ഈ സ്കോളർഷിപ്പിനും അപേക്ഷിക്കേണ്ടത്. 4. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പാണ്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതി. കേരളത്തിൽ പഠിക്കുന്ന മുസ്ലിം, ലത്തീൻ കത്തോലിക്കർ, മറ്റ് പരിവർത്തക ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതേസമയം 1ാം വർഷ ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥിനികളായിരിക്കണമെന്നും നിർബന്ധമുണ്ട്. യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്ക് വേണമെന്നും നിർബന്ധമാണ്. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഡിഗ്രിക്ക് വർഷം 5,000 രൂപയും PGക്ക് 6,000 രൂപയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 7,000 രൂപ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡായി പ്രതിവർഷം 13,000 രൂപ വരെയും ഈ സ്കോളർഷിപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും. കേരള മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. 5. സാങ്കേതിക വിദ്യാഭ്യാസം അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നേടുന്ന പെൺകുട്ടികൾക്കായി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന വളരെ വലിയൊരു സ്കോളർഷിപ്പാണ് പ്രഗതി സ്കോളർഷിപ്പ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഫിലിയേഷൻ ഉള്ള കോളേജുകളിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് അതായത് എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ എന്നിവയിൽ ചേർന്ന പെൺകുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബ വരുമാനം 8 ലക്ഷത്തിൽ താഴെയാകണമെന്ന് നിർബന്ധമുണ്ട്. ഓരോ വർഷവും 50,000 രൂപ വീതം പഠനം കഴിയുന്നതുവരെ ലഭിക്കും. കോളേജ് ഫീസിനും മറ്റ് ചിലവുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്.
നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഡിസംബർ മാസം വരെ അപേക്ഷിക്കാനും സമയമുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പരമാവധി ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഒരു ചെറിയ ഷെയർ ചിലപ്പോൾ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുടെ ഭാവിയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള നിത്യജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും കാണാൻ ജനഹിതം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.